ചില വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ നമുക്ക് വളരെ ശല്യമായിട്ട് തോന്നാറുണ്ട്. എന്നാൽ ആ ഗ്രൂപ്പിൽ നമുക്ക് ലെഫ്റ്റ് അടിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. കാരണം ചില സമയത്തൊക്കെ ആ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഉപകാരമുള്ള കാര്യങ്ങൾ ലഭിക്കാറുണ്ട്. അത്തരം ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന മെസ്സേജ് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരം ഗ്രൂപ്പുകൾ എങ്ങനെ നമുക്ക് മറച്ചു വെക്കാമെന്നുള്ളതും അതുപോലെ തന്നെ അത്തരം ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസ് എങ്ങനെ നമുക്ക് എല്ലാ കാലത്തേക്കും ഓഫ് ചെയ്ത് വെക്കാമെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കതിനു വേണ്ടി നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. കൂടുതൽ ടെക്നോളജി അറിവുകളൊക്കെ നമ്മുടെ മെയിൻ ചാനലായ ലൈവ് ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത ഗ്രൂപ്പിൽ നിന്ന് എങ്ങനെ ആ ഒരു ഗ്രൂപ്പ് എങ്ങനെ നമുക്ക് മറച്ചു വെക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു. വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം കാണാൻ സാധിക്കും നമ്മുടെ ഗ്രൂപ്പ് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഗ്രൂപ്പ് ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്യുക. ശേഷം ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും താഴെ ഭാഗത്തേക്ക് നമുക്ക് ആർക്കൈവ് എന്നുള്ളൊരു ഫീച്ചർ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ചില വാട്സപ്പിൽ അതായത് അപ്ഡേറ്റ് ചെയ്യാത്ത വാട്സപ്പ് ആണെങ്കിൽ താഴെ കാണുന്ന ഭാഗത്ത് ആർക്കൈവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത വാട്സപ്പ് ആണെങ്കിൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ആർക്കൈവ് എന്നുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും. ഈ ആർക്കൈവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ നമുക്ക് ആ ഒരു ഗ്രൂപ്പ് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഏത് മെസ്സേജ് വന്നാലും അത് നമ്മുടെ സ്ക്രീനിൽ കാണില്ല. അത് നമുക്കൊരു ശല്യമായിട്ട് തോന്നില്ല, അത് അവിടെ മറഞ്ഞു കിടക്കും. ഇനി ഏതെങ്കിലും സമയത്ത് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ആർക്കൈവ്ഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള മെസ്സേജുകൾ കാണാൻ സാധിക്കും. ഇനി അത് വെച്ച് നമുക്ക് റീപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അതിൽ നിന്ന് നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പ് ഇതുപോലെ ലോങ് പ്രസ് പിടിക്കുക. ആദ്യം പിടിച്ചതിന് ശേഷം ഏറ്റവും മുകളിൽ നിങ്ങൾക്കൊരു സ്പീക്കറിൻ്റെ ചിഹ്നം, അത് ക്രോസ് ബട്ടണിൽ ഒരു സ്പീക്കറിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ മ്യൂട്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ളതിൽ 8 മണിക്കൂർ, 1 വീക്ക്, ആൾവേസ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് 8 മണിക്കൂർ സമയത്തേക്ക് മാത്രം നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്താൽ മതിയെങ്കിൽ അത് സെലക്ട് ചെയ്യാം. 1 വീക്കിലേക്ക് ഒരാഴ്ച കാലത്തേക്ക് മാത്രം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്താൽ മതിയെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ആൾവേസ് എല്ലാ കാലത്തേക്കും എപ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കാണേണ്ട എന്നാണെങ്കിൽ അതും ഇതുപോലെ ആൾവേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് ഷോ നോട്ടിഫിക്കേഷൻ എന്നുള്ളതിൽ ടിക്ക് ആണെങ്കിൽ അൺടിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾ ഓക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാലത്തേക്കും ആ ഒരു നോട്ടിഫിക്കേഷൻസ് നമുക്ക് കാണാൻ സാധിക്കില്ല, മെസ്സേജ് കാണാതിരിക്കുകയും ചെയ്യും. നോട്ടിഫിക്കേഷൻ നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കുന്നതാണ്.